ഹലോ ഗൈസ്, ഐ എം മാനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് AMC FNCKയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുമായിട്ടാണ്. നമുക്കറിയാം ജൂലൈ 25 AMC FNCKയുടെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ള ഡീറ്റെയിൽസിനെ കുറിച്ച്, അതായത് അപ്ലൈ ചെയ്തതിന് ശേഷം വരുന്ന ഡീറ്റെയിൽസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കോളേജ് ഓപ്ഷൻസ് എല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലേ AMC FNCKയിൽ. ഇനി നമുക്ക് ആ കോളേജ് ഓപ്ഷൻസ്, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള കോളേജ് ഓപ്ഷൻസ് നമുക്ക് എഡിറ്റ് ചെയ്യാനോ വേറെ ഓപ്ഷൻസ് ആഡ് ചെയ്യാനോ ഒന്നും തന്നെ കഴിയുന്നതായിരിക്കില്ല. നമുക്ക് ഈ വർഷത്തെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് AMC FNCKയിൽ വരുന്ന ടൈം എന്ന് പറയുന്നത് കറക്ഷൻ ടൈമാണ്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉള്ളവർക്ക് അതെല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം. അതിനുശേഷം LBSലെ പോലെ തന്നെ AMC FNCKയും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. ആ റാങ്കിൻ്റെ ബേസിലായിരിക്കും നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഇവിടെ റിസർവേഷനോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കുന്നത്, അതായത് LBSലേതുപോലുള്ള OEC SC ST വിഭാഗങ്ങൾക്കുള്ള റിസർവേഷനോ ഫീസ് ഇളവുകളോ ഈ AMC FNCK വഴി അഡ്മിഷൻ എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കില്ല. നമുക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. ഇവിടെ ടോക്കൺ ഫീ അടച്ച്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ടോക്കൺ ഫീ അടയ്ക്കാം. എന്നിട്ട് LBSലേതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ വെച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ടോക്കൺ ഫീ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സീറ്റ് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഈ ടോക്കൺ ഫീസിനെ കുറിച്ചും മറ്റ് എല്ലാ കോളേജുകളിലെയും ഫീസ് ഡീറ്റെയിൽസിനെ കുറിച്ചും ഞാനിതിന് തൊട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുത്തേക്കാം. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. കഴിഞ്ഞ വർഷം AMC FNCKയ്ക്ക് മുഴുവനായി 6 അലോട്ട്മെൻറ്റും പിന്നീട് സ്പോട്ട് അലോട്ട്മെൻറ്റുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ആദ്യത്തെ 3 അലോട്ട്മെൻറ്റ് അതിൽ നമുക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടോക്കൺ ഫീ അടച്ച് കോളേജ് ജോയിൻ ചെയ്ത് ഹയർ ഓപ്ഷൻ വെച്ച് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷവും ഒരു 3 അലോട്ട്മെൻറ്റ്, അങ്ങനെ മൊത്തത്തിൽ 6 അലോട്ട്മെൻറ്റാണ് വരുന്നത്. ഈ 6 അലോട്ട്മെൻറ്റിന് ശേഷം ചില കോളേജുകളിൽ ഫില്ലാവാത്ത സീറ്റുകളിലേക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ എടുത്തിരുന്നു. അത് ആ സ്പോട്ട് അലോട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നവരെന്ന് പറയുന്നത് ഇതുവരെയും അഡ്മിഷൻ AMC FNCKയിൽ ലഭിക്കാത്തവരാണ്. ടോക്കൺ ഫീ അടയ്ക്കാത്തവർക്കോ ആപ്ലിക്കേഷൻ ക്യാൻസൽ ആയവർക്കോ അഡ്മിഷൻ ലഭിച്ചവർക്കോ ഒരു കാരണവശാൽ തന്നെയും സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല. നമുക്ക് ടോക്കൺ ഫീ, അതായത് AMC FNCKയിൽ ഒരു കോളേജിൽ നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ ടോക്കൺ ഫീ അടച്ചു, പക്ഷേ നമ്മൾ ആ കോളേജിൽ ജോയിൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടോക്കൺ ഫീ റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. AMC FNCK പറയുന്ന ആ ഡേറ്റിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അടച്ചിട്ടുള്ള ആ ഒരു ടോക്കൺ ഫീ റീഫണ്ടായി നമുക്ക് ലഭിക്കുന്നതാണ്. കോളേജ് ട്രാൻസ്ഫറും കാര്യങ്ങളും ഓരോ കോളേജിൻ്റെയും രീതികൾ പോലെ ഇരിക്കും. NOC എല്ലാം ആവശ്യമായി വന്നേക്കാൻ ചില സമയങ്ങളിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന ടൈമിൽ അവിടെ അന്വേഷിക്കുക, നമുക്ക് വേറൊരു കോളേജ് ഇങ്ങനെ കിട്ടി, എനിക്ക് ഇവിടുന്ന് മാറാൻ പറ്റുമോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടതിന് ശേഷം മാത്രം കോളേജ് ജോയിൻ ചെയ്യുക. അല്ല ഹയർ ഓപ്ഷൻ വെച്ച് വെയിറ്റ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ടോക്കൺ ഫീ അടച്ചതിന് ശേഷം നല്ലൊരു കോളേജിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത ദിവസം കാണാം.